അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൊരു പോയിന്റാണ്. ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപകനാണ്, ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് പ്രഫുല്ല ചന്ദ്ര റേ അഥവാ PC റേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MS സ്വാമിനാഥൻ്റെ ബർത്ത് പ്ലേസ് ചോദിക്കുന്നതാണ്. അഗ്രികൾച്ചറിസ്റ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ചോദിക്കുന്നതാണ്. നിങ്ങൾ എക്കണോമിക്സിനകത്തും ഒക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഗ്രീൻ റവല്യൂഷനെ കുറിച്ചും അതുപോലെ വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന. വർഗീസ് കുര്യൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കാലിക്കറ്റാണ്, കോഴിക്കോട് ജില്ലയിലാണ്, അല്ലെങ്കിൽ കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. ഹായ്, എല്ലാവർക്കും സഹാരി PhDയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷ ചലത്തറ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രോമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആണ്. ഇന്ത്യയിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ച് ധാരാളം ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ എന്താ പറയുക ജന്മസ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ PSC പരീക്ഷകൾ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CV രാമൻ്റെ ജന്മസ്ഥലം, അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് ഈ സയൻറ്റിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭാവനകൾ, അവർ ഏതൊക്കെ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമുക്ക് സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ISROയുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം സയൻറ്റിസ്റ്റുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ISROയുടെ ചെയർമാൻ പദവിയിലിരുന്ന സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങളൊക്കെ PSC മിക്കവാറും ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രതിരോധ സാങ്കേതിക വിദ്യയും നവീകരണത്തിനും നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ഇന്ത്യൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഏത്? അപ്പം ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏത് എക്സാം 2022 ചോദിച്ച 2022 2025 റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ 2024 വന്നിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് സയൻറ്റിസ്റ്റുകളുടെ പേരൊക്കെ തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആയിരുന്നത്. അതായത് ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ സമയത്ത് ISRO ചെയർമാൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2023 വന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഇപ്പോൾ APJയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകളുണ്ട്. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അടുത്ത സെഷൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ അതിൻ്റെ ആൻസറും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം വന്നിരിക്കുന്ന നോക്കി: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇവിടുന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഗവേഷണ മേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ടും ഇതൊരു 3 അല്ലെങ്കിൽ ഒരു 4 ഭാഗങ്ങളായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് പ്രാചീന കാലത്തുള്ള ആൾക്കാരാണ്. പ്രാചീന സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആര്യഭടൻ, വരാഹമിഹിരൻ, അതുപോലെ അങ്ങനെ പ്രാചീന സയൻറ്റിസ്റ്റുകൾ കുറച്ച് ആൾക്കാരുണ്ട്. ഇന്ത്യൻ അസ്ട്രോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞ് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് പുറകെ നമുക്ക് കാണാം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന കൂടുതലിടയ്ക്ക് വന്നോളും. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം പ്രാചീന സയൻറ്റിസ്റ്റുകളെ കുറിച്ച് ഒരുപാട് സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്ന വികാസം എന്ന് പറയുന്ന പ്രധാനമായിട്ടും അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ആ സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത്, അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയിലെ ശാസ്ത്ര മേഖലയിലെ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ തൃഗങ്ങൾ എന്നറിയപ്പെടുന്നത് 3 പേരെയായിട്ട് അല്ലെങ്കിൽ 3 വിഷയങ്ങളായിട്ട് 3 പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ആധുനിക ഇന്ത്യയിലെ
ശാസ്ത്ര മേഖലയിലെ ത്രികങ്ങൾ, ട്രയാഡ്സ് എന്നറിയ അല്ലെങ്കിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്, ആധുനിക ഇന്ത്യയിലെ ശാസ്ത്ര മേഖലയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന 3 സയന്റിസ്റ്റുകളാണ് പ്രധാനമായിട്ടും. അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ശാസ്ത്രം, ജീവശാസ്ത്രം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. ജഗദീഷ് ചന്ദ്ര ബോസ് ആണ് ആദ്യത്തെ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് രസതന്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിരുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. പ്രഫുല്ല ചന്ദ്ര റേ എന്ന് പറയും, അഥവാ PC റേ എന്ന് പറയും. പ്രഫുല്ല ചന്ദ്ര റേ എന്നാണ് പറയുന്നത്. പ്രഫുല്ല ചന്ദ്ര റേ അഥവാ PC റേ ആണ് വരുന്നത്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഗണിതശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട്, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിരുന്ന വളരെ പ്രശസ്തനായ ഒരു സയന്റിസ്റ്റ് ആണ്. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരണമടയുകയും ചെയ്ത ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ആരാണ്? രാമാനുജനാണ്. ശ്രീനിവാസ രാമാനുജനാണ് മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കി വെക്കുക, ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ജഗദീഷ് ചന്ദ്ര ബോസ്, പ്രഫുൽ ചന്ദ്ര റേ, അതുപോലെ തന്നെ ശ്രീനിവാസ രാമാനുജനാണ്. അപ്പോൾ ഇവരുടെ മേഖലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജഗദീഷ് ചന്ദ്ര ബോസിന്റെ പഠന മേഖലകൾ എന്ന് പറയുന്നത്, സർ ജഗദീഷ് ചന്ദ്ര ബോസിന്റെ പഠന മേഖലകൾ എന്ന് പറയുന്നത് ബയോളജിയും ഫിസിക്സുമായിരുന്നു. ജീവശാസ്ത്രവും ഭൗതിക ശാസ്ത്രവുമായിരുന്നു ആരുടെ പഠന മേഖലകൾ എന്ന് പറയുന്നത്? JC ബോസിന്റെ അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്ര ബോസിന്റെ പഠന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ജഗദീഷ് ചന്ദ്ര ബോസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1858 1858 അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ ഇന്ന് ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചു എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്നത്. 1852 അദ്ദേഹത്തിന്റെ ജന്മം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത് മൈക്രോവേവ്സ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിയ അല്ലെങ്കിൽ റേഡിയോ പ്രേക്ഷണം സാധ്യമാക്കിയ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്നത്. റേഡിയോ പ്രേക്ഷണം സാധ്യമാക്കിയ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് JC ബോസ് എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന് അത് പേറ്റന്റുമായി ബന്ധപ്പെട്ട് പേറ്റന്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയാണ് റേഡിയോ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ എന്ത് പഠിക്കുന്നത്? മാർക്കോണി എന്ന് പഠിക്കുന്നത്. അപ്പോൾ റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കിയ ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. റേഡിയോ പ്രക്ഷേപണം, മൈക്രോവേവ് വേവ്സും അതുപോലെ തന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷനൊക്കെ സാധ്യമാക്കിയ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് എന്ന് പറയുന്നത് ജഗദീഷ് ചന്ദ്ര ബോസ് അഥവാ JC ബോസ് എന്ന് പറയുന്നത്. ജഗദീഷ് ചന്ദ്ര ബോസ് അഥവാ ആരാണ്? JC ബോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു സൂര്യരശ്മികളിൽ സൂര്യൻ എന്ന് പറയുന്നത്, നമ്മുടെ സൺ എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. സൂര്യൻ വൈദ്യുത കാന്തിക വികിരണങ്ങൾ എമിറ്റ് ചെയ്യുന്നുവെന്ന് സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് പറയുന്നത് JC ബോസ് എന്ന് പറയുന്നത്. 1944 അദ്ദേഹം ഒരു ആശയം അവതരിപ്പിക്കുന്നത് പറയുന്നത്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് JC ബോസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സംഭാവനകളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ക്രെസ്കോഗ്രാഫ് എന്ന് കേട്ടിട്ടുണ്ടോ? ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്നത് ക്രെസ്കോഗ്രാഫിനെ കുറിച്ച് ഒരു ഉപകരണമാണ്. ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഏത്? ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് JC ബോസ് ആണ്. ജഗദീഷ് ചന്ദ്ര ബോസ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആര്? ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്നത്. ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ആരാണ്? JC ബോസ് ആണ്. ക്രെസ്കോഗ്രാഫ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ജഗദീഷ് ചന്ദ്ര ബോസ്. ക്രെസ്കോഗ്രാഫിന്റെ ഉപയോഗം നമ്മൾ പഠിച്ചെന്തായിരുന്നു? സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ JC ബോസിനെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ചില കമ്മിറ്റികളിലൊക്കെ അദ്ദേഹം അംഗമായിരുന്നു. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ എന്ന് പറയും. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ അംഗമായ ആദ്യ ഏഷ്യൻ ശാസ്ത്രജ്ഞനാണ്, ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്നത്. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിൽ അംഗമായ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? JC ബോസ് എന്ന് പറയുന്നത്. JC ബോസ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിൽ അംഗമായ ആദ്യ ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്, ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ആരാണ്? JC ബോസ് ആണ്. അതുപോലെ തന്നെ
വിയന്ന അക്കാഡമി ഓഫ് സയൻസസ്, വിയന്ന അക്കാഡമി ഓഫ് സയൻസസിൽ അംഗമായിരുന്ന വ്യക്തിയും ആരാണ്? അദ്ദേഹം അംഗമായിരുന്നു. ഓർത്തിരിക്കുക, റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിൽ അംഗമായിരുന്നു. വിയന്ന അക്കാഡമി ഓഫ് സയൻസിൽ ആരംഗമായിരുന്നു? ജെ.സി. ബോസ് അംഗമായിരുന്നു. വിയന്ന അക്കാഡമി ഓഫ് സയൻസിൽ ജെ.സി. ബോസ് അംഗമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിന്നിഷ് അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ്, ഫിന്നിഷ് അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സിൽ അംഗമായിരുന്നതും ആര് തന്നെയാണ്? ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. ജെ.സി. ബോസ് അതിൽ അംഗമായത്. ഓർത്തിരിക്കുക, റോയൽ സൊസൈറ്റി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. റോയൽ സൊസൈറ്റിയിൽ അംഗമായ ആദ്യ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറയും? റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിൽ അംഗമായ ആദ്യ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ജെ.സി. ബോസ് അഥവാ ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്രെസ്കോഗ്രാഫ് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെസ്പോൺസ് ഇൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് വേൾഡ്, ദ റെസ്പോൺസ് ഇൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് വേൾഡ്, ഈ ക്രെസ്കോഗ്രാഫ് അല്ലെങ്കിൽ സസ്യങ്ങളുടെ വളർച്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് ദ റെസ്പോൺസ് ഇൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. റെസ്പോൺസ് ഇൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ ദ നെർവസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ്, രണ്ടാമതെന്ന് പറയുന്നത് ദ നെർവസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രചനയാണ്. ദ നെർവസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സും അദ്ദേഹത്തിൻ്റെ ബുക്കുകളിൽ പ്രധാനപ്പെട്ട ഓർത്തിരിക്കുക. അടുത്തത് പി.സി. റേയെ കുറിച്ചാണ് വരുന്നത്. പി.സി. റേയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പഠന മേഖല എന്ന് പറയുന്നത് എന്തായിരുന്നു? കെമിസ്ട്രിയാണ് അദ്ദേഹത്തിൻ്റെ പഠന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ പി.സി. റേയുടെ പ്രധാന ഗവേഷണ മേഖല അല്ലെങ്കിൽ പഠന മേഖല എന്താണ്? രസതന്ത്രജ്ഞനാണ്. പി.സി. റേ എന്ന് പറയുന്നത് ഒരു രസതന്ത്രജ്ഞനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പി.സി. റേ എന്ന് പറയുന്നത്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പി.സി. റേ ആണ്. അതുപോലെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയുടെ ഫാദർ ഓഫ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? പി.സി. റേ ആണ്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനമാണ് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപകനാണ്. ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? പ്രഫുല്ല ചന്ദ്ര റേ അഥവാ പി.സി. റേ എന്ന് പറയുന്നത്. ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ചെയർമാനാണ് പ്രഫുല്ല ചന്ദ്ര റേ അഥവാ പി.സി. റേ എന്ന് പറയുന്നത്. അപ്പോൾ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യസ് ഫസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് എന്ന് പറയുന്നത് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന ഒരു ആശയം എന്ന് പറയുന്നത് ബംഗാൾ റീജിയണിലുള്ള ബംഗാൾ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം വ്യവസായങ്ങളുടെ ഭാഗമായിട്ട് അഭിവൃദ്ധി കൈവരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം തന്നെ അതിനൊരു റോൾ മോഡൽ ആയിക്കൊണ്ട് അദ്ദേഹം തന്നെ അതിന് തുടക്കം കുറിച്ചതാണ് ഈ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചുകൊണ്ട്, അങ്ങനെ ഒരു മരുന്ന് കമ്പനി സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം അതിന് ആ ഒരു ആശയത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിമെന്റ് വ്യവസായത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇന്ത്യയിലെ വ്യവസായങ്ങൾ കൂടുതലും തുടക്കകാലത്തൊക്കെ കേന്ദ്രീകരിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ വ്യവസായങ്ങൾ കൂടുതലും എവിടെയാണ്? ബംഗാൾ റീജിയനിലൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ സിമെന്റ് വ്യവസായത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വ്യവസായവുമായി ബന്ധപ്പെട്ട് സയൻസുമായി കണക്ട് ചെയ്തൊക്കെ വരുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, അപ്പോൾ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി, അതിന്റെ പ്രാധാന്യം ഇന്ത്യയിലെ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണെന്ന് പറഞ്ഞു. അതിന്റെ സ്ഥാപകനാണ് പ്രഫുല്ല ചന്ദ്ര റേ അഥവാ പി.സി. റേ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കോമ്പൗണ്ടിന്റെ പേരാണ് മെർക്കുറസ് നൈട്രേറ്റ് എന്ന് പറയും. മെർക്കുറസ് നൈട്രേറ്റ് എന്ന കോമ്പൗണ്ട് കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേ അഥവാ പി.സി. റേ ആണ്. മെർക്കുറസ് നൈട്രേറ്റ് എന്ന കോമ്പൗണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെക്കണം. ഇതിനകത്ത് ഈ 3 പോയിന്റ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് പി.സി. റേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ആരാണ്? പി.സി. റേ ആണ്. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം എന്ന കോമ്പൗണ്ട് കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? പ്രഫുല്ല ചന്ദ്ര റേ ആണ്. പ്രഫുല്ല ചന്ദ്ര റേ ആണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ശ്രീനിവാസ രാമാനുജനാണ്. അടുത്ത സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പഠന മേഖല എന്ന് പറയുന്നത് ഗണിതശാസ്ത്രമായിരുന്നു. ഗണിതശാസ്ത്രമാണ് ശ്രീനിവാസ രാമാനുജന്റെ പഠന മേഖല എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്നത്. വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കോർ മാത്തമാറ്റിക്സിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങളും ഒരുപാട് സംഭാവനകൾ നൽകാൻ സാധിച്ച ഒരു സയന്റിസ്റ്റ് ആണ് ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ
പേരൻസ്, ഫാദറും മദറും ടീച്ചേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശാസ്ത്ര വിഷയങ്ങളോടും പഠനത്തോടുമൊക്കെ കൂടുതലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഗണിതശാസ്ത്രത്തിലേക്ക് ഒരുപാട് ആകർഷണമായ ഒരു വ്യക്തിയാണ് ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം കാണുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്ന നമ്പേഴ്സിന് ഏതൊരു സംഖ്യ കണ്ടു കഴിഞ്ഞാലും ആ സംഖ്യയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടെത്തുവാനായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന നമ്പേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കണ്ടെത്തുവാനായിട്ട് അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഈ ശ്രീനിവാസ രാമാനുജൻ എന്ന വ്യക്തിയിലെ ഒരു ഗണിതശാസ്ത്ര പ്രതിഭയെ അല്ലെങ്കിൽ അദ്ദേഹത്തിലെ ഗണിതശാസ്ത്രകാരനെ പുറം ലോകത്തെ അറിയിച്ച അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ലോക പ്രശസ്തനായ ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ട്, GH ഹാർഡി എന്ന് പറയും. GH ഹാർഡിയാണ് ശ്രീനിവാസ രാമാനുജനിലെ ഗണിതശാസ്ത്ര പ്രതിഭയെ പുറം ലോകത്ത് എത്തിച്ച അല്ലെങ്കിൽ പുറം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ എത്തിച്ച ഗണിതശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത് GH ഹാർഡി എന്ന് പറയുന്നത്. ഒരു ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനാണ് GH ഹാർഡി എന്ന് പറയുന്നത്. അദ്ദേഹം ഹാർഡിയെ കണ്ടുമുട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ച ടാക്സി ക്യാബിന്റെ നമ്പറാണ് 1729 എന്ന് പറയുന്നത്. അപ്പോൾ ആ നമ്പർ, ആ സംഖ്യയാണ് ശരിക്കും പറഞ്ഞാൽ രാമാനുജൻ നമ്പർ എന്ന് അല്ലെങ്കിൽ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത്. ഇനി അതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1729 എന്ന് പറയുന്ന ഈ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. 1729 എന്ന നമ്പറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് 12ന്റെ ക്യൂബ് പ്ലസ് 1ന്റെ ക്യൂബ്, അതുപോലെ തന്നെ മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, 10ന്റെ ക്യൂബ് പ്ലസ് 9ന്റെ ക്യൂബ്. അതായത് എന്താണ് രാമാനുജൻ സംഖ്യയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കുക നിങ്ങൾ, രണ്ട് വ്യത്യസ്ത സംഖ്യാ ജോഡികളുടെ ക്യൂബിൻ്റെ സമ്മായി എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ. രണ്ട് വ്യത്യസ്ത സംഖ്യാ ജോഡികളുടെ ക്യൂബിൻ്റെ സമ്മായിട്ട് എഴുതുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആണ് ആരെന്ന് പറയുന്നത് 1729 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നതാണ് 1729. ആ നമ്പറിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്, രണ്ട് വ്യത്യസ്ത സംഖ്യാ ജോഡികളുടെ ക്യൂബിന്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ആരാണ്? രാമാനുജൻ സംഖ്യയാണ്. It is the smallest number that can be expressed as the sum of two cubes in two different ways. രണ്ട് വ്യത്യസ്ത രീതികളിൽ രണ്ട് സംഖ്യാ ജോഡികളുടെ ക്യൂബിന്റെ സമ്മായിട്ട് എഴുതുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ നമ്പറാണ്, ഏറ്റവും സ്മോളസ്റ്റ് നമ്പറാണ് ആരെന്ന് പറയുന്നത് രാമാനുജൻ സംഖ്യയായ 1729 എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്, ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം എന്ന് പറയുന്നത് ഡിസംബർ 22 ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം എന്ന് പറയുന്ന എന്നാണ്? ഡിസംബർ 22 ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം അഥവാ ബർത്ത് ഡേ എന്ന് പറയുന്നത്. ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിക്കുന്നത്. ഡിസംബർ 22 എന്ന് പറയുന്നത് ഏത് ദിനമെന്ന് പറഞ്ഞത്? ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏതാണ്? ഡിസംബർ 22. ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്ന ദിവസമാണ് എന്ന് പറയുന്നത് ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്ന് പറയുന്നത്. ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് ഡിസംബർ 22 എന്ന് പറയുന്നത്. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. നാഷണൽ മാത്തമാറ്റിക്സ് ഡേ, ദേശീയ ഗണിതശാസ്ത്ര ദിനം ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പോൾ അവിടുന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഡേ, അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര വർഷം പഠിക്കാനായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുക, പൈയുടെ വാല്യൂ പഠിച്ചു വെക്കുക. 3.14 ആണ് പൈയുടെ മൂല്യം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര വർഷം എന്ന് പറയുന്നത് ഏതാണ്? അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര വർഷം എന്ന് പറയുന്നത് മാർച്ച് 14 വരുന്നത്. മാർച്ച് 14 അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര വർഷമായിട്ട് ആചരിക്കുന്നത് പറയുന്നത്. അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര വർഷം എന്ന് പറയുന്നതാണ്, ഗണിതശാസ്ത്ര ദിനം എന്ന് പറയുന്നത് മാർച്ച് 14, വർഷമല്ല ദിനം എന്ന് പറയുന്നത് മാർച്ച് 14. ഓർത്തിരിക്കുക. നാഷണൽ മാത്തമാറ്റിക്സ് ഡേ എന്ന് പറയുന്നത് ഏതാണ്? ഡിസംബർ 22. ഓർത്തിരിക്കുക, ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമായിരുന്നു ഡിസംബർ 22 എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ മാത്തമാറ്റിക്സ് ഇയർ, ദേശീയ ഗണിതശാസ്ത്ര വർഷം എന്ന് പറയുന്നത് നാഷണൽ
മാത്തമാറ്റിക്സ് ഇയർ അഥവാ ദേശീയ ഗണിതശാസ്ത്ര വർഷം എന്ന് പറയുന്നത് 2012 ആണ്. ദേശീയ ഗണിതശാസ്ത്ര വർഷം എന്ന് പറയുന്നത് ഏതാണ്? 2012 ആണ് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ദിവസവും വർഷവും നോട്ട് ചെയ്ത് വെക്കണം. നാഷണൽ മാത്തമാറ്റിക്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ 22 ആണ്. നാഷണൽ മാത്തമാറ്റിക്സ് ഇയർ എന്ന് പറയുന്നത് ദേശീയ ഗണിതശാസ്ത്ര വർഷം എന്ന് പറയുന്നത് 2012 ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ 125ാം ജന്മവാർഷികമായിരുന്നു. ശ്രീനിവാസ രാമാനുജന്റെ 125ാം ജന്മവാർഷികമാണ് എന്തായിട്ട് ആചരിച്ചത്? നാഷണൽ മാത്തമാറ്റിക്സ് ഇയർ ആയിട്ട് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ചതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സയൻറ്റിസ്റ്റുകളെ കുറിച്ചാണ് പഠിച്ചു കഴിഞ്ഞത്. ആരെക്കുറിച്ചൊക്കെ പഠിച്ചു? JC ബോസിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പ്രഫുൽ ചന്ദ്ര റേ അഥവാ PC റേയെ കുറിച്ച് പഠിച്ചു. മൂന്നാമത്തെ ഗണിതശാസ്ത്രജ്ഞനായ ആരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു? ശ്രീനിവാസ രാമാനുജനെ കുറിച്ച് പഠിച്ചു. അപ്പം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചില പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളുടെയൊക്കെ ജന്മസ്ഥലങ്ങൾ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ നമ്മുടെ PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ജന്മസ്ഥലങ്ങൾ ചോദിക്കുന്ന സയൻറ്റിസ്റ്റുകൾ കൂടുതലും നമ്മുടെ തെക്കേ ഇന്ത്യ, സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. നോർത്തിലുള്ളവരായിരിക്കും, നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ളവരായിരിക്കില്ല. സൗത്ത് ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ തെക്കേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ ജനിച്ച സയൻറ്റിസ്റ്റുകളുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചോദിക്കുന്നത്? അവരുടെ ബർത്ത് പ്ലേസ് ഒക്കെ ചോദിക്കുന്നത്. അങ്ങനെ ബർത്ത് പ്ലേസ് ചോദിക്കുന്ന ഒരു കേസാണ് നമ്മുടെ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ MS സ്വാമിനാഥൻ്റെ ബർത്ത് പ്ലേസ് ചോദിക്കുന്നതാണ്. അഗ്രികൾച്ചറിസ്റ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ചോദിക്കുന്നതാണ്. നിങ്ങൾ എക്കണോമിക്സിനകത്തും ഒക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഗ്രീൻ റവല്യൂഷനെ കുറിച്ചും അതുപോലെ വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. വർഗീസ് കുര്യൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കാലിക്കറ്റാണ്, കോഴിക്കോട് ജില്ലയിലാണ്, അല്ലെങ്കിൽ കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. MS സ്വാമിനാഥൻ ആണെങ്കിൽ തമിഴ്നാട്ടിലെ കുംഭകോണമാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്, APJയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? രാമേശ്വരമാണ്. APJയുടെ ജന്മസ്ഥലം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്നത്. ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? ഈറോഡാണ്. തമിഴ്നാട്ടിലെ ഈറോഡാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കൂടുതലും എല്ലാവരുടെയും ഒന്നും ബർത്ത് പ്ലേസ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ ജന്മസ്ഥലങ്ങൾ പഠിച്ചു വെക്കണം. ചോദ്യം വന്നിട്ടുള്ളതാണ്, ആ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് ഏതാണ്? തമിഴ്നാട്ടിലെ ഈറോഡാണ് ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അടുത്തത് നമ്മുടെ ഹോമി J. ബാബ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ബാബയാണ്. ഹോമി J. ബാബ അഥവാ ഹോമി ജഹാംഗീർ ബാബയാണ് അടുത്ത സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഹോമി J. ബാബയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ആണവ ഗവേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹോമി J. ബാബ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ റിസർച്ച്, അതുപോലെ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഹോമി J. ബാബ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിയേ, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസ് എന്നറിയപ്പെടുന്നു അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫാദർ ഓഫ് ന്യൂക്ലിയർ സയൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് ന്യൂക്ലിയർ സയൻസ്, ഫാദർ ഓഫ് ന്യൂക്ലിയർ സയൻസ്, ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ന്യൂക്ലിയർ സയൻസ് എന്നറിയപ്പെടുന്നത് അത് നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് ആണ് കേട്ടോ. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് നമ്മുടെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ വന്ന പോയിന്റ് ഇതായിരുന്നു, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ റിസർച്ച്, അതുമല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസ് എന്നറിയപ്പെടുന്നത് ആരെന്നാ പറഞ്ഞത്? ഹോമി J. ബാബയാണ്. ഇന്ത്യയിൽ ആണവ ഗവേഷണത്തിന് തുടക്കം കുറിച്ച സയൻറ്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഹോമി J. ബാബ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ന്യൂക്ലിയർ റിസർച്ചിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹോമി J. ബാബ. അദ്ദേഹത്തിൻ്റെ പ്രധാന പഠന മേഖലകൾ എന്ന് പറയുന്നത് ക്വാണ്ടം തിയറി, കോസ്മിക് റേഡിയേഷൻ, ക്വാണ്ടം തിയറിയും കോസ്മിക് കിരണങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പഠന മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ സയൻറ്റിസ്റ്റുകളും പഠന മേഖലയും ഒക്കെ ചിലപ്പോൾ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതെന്നോ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. മെയ്ഡ് കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്വാണ്ടം തിയറി ആൻഡ് കോസ്മിക് റേഡിയേഷൻസ്, മെയ്ഡ് കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്വാണ്ടം തിയറി ആൻഡ് കോസ്മിക് റേഡിയേഷൻസ്. ഓക്കെ,
അപ്പോൾ 1937 ജർമ്മൻ ഫിസിസിസ്റ്റായ ഹിറ്റ്ലറുമായി ചേർന്നുകൊണ്ട് കോസ്മിക് റേഡിയേഷനുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ ആര് നടത്തുന്നത്? ബാബ നടത്തുന്നത്. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യയിൽ ആണവ ഗവേഷണത്തിന് തുടക്കം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആണവോർജ കമ്മീഷൻ, അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് 1948 അപ്പം ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ രൂപീകരിച്ച അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1948 ആണവോർജ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്ന വ്യക്തി എന്ന് പറയുന്ന ആരാണ്? ഹോമി ജെ ഭാഭയാണ് ആണവോർജ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ സ്ഥാപനം നിലവിൽ വരുന്നതെന്ന് പറയുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് അറ്റോമിക് റിസർച്ച് സെന്റർ, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം ഇതിനെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്നൊക്കെ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഇത് ആദ്യം നിലവിൽ വന്നപ്പോൾ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ നിലവിൽ വന്നപ്പോൾ അതിന്റെ പേരെന്ന് പറയുന്നത് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതായിരുന്നു അതിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം, പ്രധാനപ്പെട്ടതാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അതിൻ്റെ അല്ലെങ്കിൽ പഴയ പേരെന്ന് പറയുന്ന ബാർക്കിൻ്റെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് ബാർക്ക് എന്ന് പറയാം. ബാർക്കിൻ്റെ പഴയകാല നാമം അല്ലെങ്കിൽ ആദ്യകാല നാമം എന്ന് പറയുന്നത് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. 1954 ഇത് നിലവിൽ വന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1948 എന്ത് രൂപീകരിച്ചു എന്നാണ് പറഞ്ഞത്? 1948 എന്ത് രൂപീകരിച്ചു എന്നാണ് പറഞ്ഞത്? ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ രൂപീകരിച്ചു. ആണവോർജ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഹോമി ജെ ഭാഭയാണ് ആണവോർജ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ആണവോർജ വകുപ്പ് നിലവിൽ വന്ന വർഷവും 54 തന്നെയായിരുന്നു. ആണവോർജ വകുപ്പിന് രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? ഹോമി ജെ ഭാഭയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ആണവ നയം നടപ്പിലാക്കുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആണവ നയം രൂപീകരിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഹോമി ജെ ഭാഭയാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യ ആണവ റിയാക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? അപ്സരയാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? അപ്സരയാണ്. ഈ അപ്സര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ റിയാക്ടറുകളെ നമുക്ക് ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പ്രധാനമായിട്ടും 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പഠന ആവശ്യങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിനുള്ളവയുണ്ട്, അതുപോലെ തന്നെ ഊർജോൽപാദനത്തിനുള്ളവയുണ്ട്, പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളവയുണ്ട്. അപ്പോൾ ഈ അപ്സര എന്നൊക്കെ പറയുന്നത് ഒരു റിസർച്ച് റിയാക്ടറാണ്. പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിയാക്ടറാണ് ഏതെന്ന് പറയുന്നത് അപ്സര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ആയിട്ടുള്ള അപ്സര എന്ന് പറയുന്നത് അപ്സര സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? ഹോമി ജെ ഭാഭയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറായ അപ്സര സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയും ആരാണ്? ഹോമി ജെ ഭാഭയാണ്. അപ്സര എന്ന റിയാക്ടർ ഏത് സ്ഥാപനത്തിന് കീഴിലാണ്? മുംബൈയിൽ അല്ലെങ്കിൽ ട്രോംബയിലാണ് കേട്ടോ. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പഠന റിയാക്ടറാണ് ആരെന്ന് പറയുന്നത്? അപ്സര എന്ന് പറയുന്നത്. അപ്പോൾ അപ്സര സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് പറയാൻ ട്രോംബയാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ട്രോംബയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ആണവ ഗവേഷണ സ്ഥാപനമാണ് ആരെന്ന് പറയുന്നത്? ബാർക്ക് എന്ന് പറയുന്നത്. ബാർക്കിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതാണ്. രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ഹോമി ജെ ഭാഭയാണ്. അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥമാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് മരണശേഷം അത് പുനർനാമകരണം ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത്. അതുപോലെ അറ്റോമിക് എനർജി കമ്മീഷൻ, അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ചത് 1948 പറഞ്ഞു. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നത് ആണവോർജ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ആണവോർജ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നത് ഹോമി ജെ ഭാഭയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ ബാബയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് 1948 ഹോമി ജെ ഭാഭ വാസ് അപ്പോയിന്റഡ് ആസ് എ ചെയർമാൻ ഓഫ് ദ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷന്മാരായിരുന്നു ഹോമി ജെ ഭാഭ. പിന്നെ റിയാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ എന്ന് പറഞ്ഞ അപ്സരയാണ്. അതുപോലെ തന്നെ ബാർക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് പഠന റിയാക്ടറുകളാണ് സിറസ്, സെർലിന. ഇതൊക്കെ നമ്മുടെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ബാർക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഗവേഷണ റിയാക്ടറുകളാണ്. അപ്പം ഈ 3 റിയാക്ടറുകളും
രൂപീകരിച്ചത് അല്ലെങ്കിൽ ഈ 3 റിയാക്ടറുകളും സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഈ 3 റിയാക്ടറുകളും സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അപ്സര, സിറസ്, സെർലിന എന്നീ റിയാക്ടറുകൾക്ക് ആരുടെ ഗൈഡൻസ് അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണ് സ്ഥാപിച്ചത്? ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിലാണ് ഇത് സ്ഥാപിക്കുന്നതെന്ന് പറയുന്നത്. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സ്. 1960-63 കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഹോമി ജെ ഭാഭ എന്ന് പറയുന്നത്. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സ്. അപ്പോൾ നമ്മൾ അടുത്ത സയൻറ്റിസ്റ്റിലേക്ക് വരികയാണ്. അടുത്തതെന്ന് പറയുന്നത് എം.എൻ. സാഹ അഥവാ മേഘനാഥ് സാഹയാണ്. മേഘനാഥ് സാഹ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും വാരിവലിച്ച് പഠിക്കേണ്ട. 2-3 പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് 2-3 പോയിന്റ്സ് ആയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരാം. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ പ്രധാന പഠന മേഖല എന്ന് പറയുന്നത് എന്താണ്? അസ്ട്രോഫിസിക്സ് ആണ്. അസ്ട്രോഫിസിക്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പഠന മേഖല, അല്ലെങ്കിൽ അസ്ട്രോഫിസിക്സ് ആൻഡ് തിയററ്റിക്കൽ ഫിസിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ പഠന മേഖല എന്ന് പറയുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന എന്ന് പറയുന്നത് തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ. ഈ സ്റ്റെല്ലാർ എലമെന്റ്സ് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അയണൈസേഷനുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനൊക്കെ നൽകുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചോദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ എന്നത് ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് മേഘനാഥ സാഹ അഥവാ എം.എൻ. സാഹയുടെ സംഭാവനയാണ്. അദ്ദേഹം അത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ സാഹ ഇക്വേഷൻ എന്നും അതറിയപ്പെടാറുണ്ട്. അപ്പോൾ തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് സാഹ ഇക്വേഷൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റെല്ലാർ എലമെന്റ്സിന്റെ അയണൈസേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്, വ്യത്യസ്ത താപനിലയിലും വ്യത്യസ്ത മർദ്ദത്തിലും സ്റ്റെല്ലാർ എലമെന്റ് ഉണ്ടാകുന്ന അയണൈസേഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനൊക്കെ നൽകുന്ന ഒരു മാത്തമാറ്റിക്കൽ റിലേഷനാണ് എന്തെന്ന് പറയുന്നത് തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ അഥവാ സാഹ ഇക്വേഷൻ എന്നറിയപ്പെടുന്നത്. സാഹാസ് ഇക്വേഷൻ എന്നറിയപ്പെടുന്നത് സാഹാസ് ഇക്വേഷൻ. അപ്പോൾ സാഹയുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫൗണ്ടഡ് ബൈ സാഹ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് ആണ്. നാഷണൽ അക്കാദമി ഓഫ് സയൻസസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മേഘനാഥ് സാഹയാണ്. നാഷണൽ അക്കാദമി ഓഫ് സയൻസസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ആരാണ്? മേഘനാഥ് സാഹയാണ്. നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അലഹബാദിലാണ്. ഓർത്തിരിക്കുക, നാഷണൽ അക്കാദമി ഓഫ് സയൻസസിന്റെ സ്ഥാപകൻ. അടുത്ത് ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേഘനാഥ് സാഹയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച അടുത്ത സ്ഥാപനമാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? മേഘനാഥ് സാഹയാണ്. അടുത്ത നോക്കിക്കേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സയൻസസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ അത് നിലവിൽ അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി. ആദ്യകാല നാമമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സയൻസസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് പ്രസന്റ്ലി നെയിംഡ് ആസ് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നതും ആര് തന്നെയാണ് വരുന്നത്? എം.എൻ. സാഹയാണ് വരുന്നത്. സാഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച 4 സ്ഥാപനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച 4 സ്ഥാപനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ കലണ്ടർ റിഫോം കമ്മിറ്റി. ഹി വാസ് ദ ചെയർമാൻ ഓഫ് ഇന്ത്യൻ കലണ്ടർ റിഫോം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഇൻ 1952. 1952 CSIR ഇന്ത്യൻ കലണ്ടർ റിഫോം കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? എം.എൻ. സാഹ അഥവാ മേഘനാഥ് സാഹയാണ് വരുന്നത്. സ്ഥാപനങ്ങളുടെ പേര് ഓർത്തിരിക്കണം. പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളും അവരുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സ്ഥാപനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ചേരുംപടി ചേർക്കാനൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്